കലയിലൂടെയും കഥകളിലൂടെയും കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ പറ്റും. പുത്തനാശയവുമായി യുവജനങ്ങളുടെ സംരംഭമായ ACT ക്ലൈമറ്റ് കഹാനി എന്ന പരിപാടിയിലൂടെ പരിശീലനവും ക്ലാസും നൽകിയത് 3 ജില്ലകളിലെ കുട്ടികൾക്കാണ്. പ്ലാസ്റ്റിക് നമ്മൾ ഒരിടത്തും വലിച്ചെറിയരുത്. പ്ലാസ്റ്റിക് മണ്ണിൽ കുഴിച്ചിട്ടാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും അത് അലിഞ്ഞു ചേരാത്തൊരു വസ്തുവാണ്. സങ്കീർണമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് കലയിലൂടെയും കഥകളിലൂടെയും ലളിതമായി വിദ്യാർത്ഥികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. തിരുവനന്തപുരം കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള വിമൻസ് കോളേജിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് റിസർച്ച് സെന്റർ ഓഫ് ഹോം സയൻസിലെ യുവജനങ്ങളുടെ സംരംഭമായ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോ ലോക്കൽ ആക്ഷൻ ടീമിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കായാണ് ക്ലൈമറ്റ് കഹാനി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. കടൽ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലി എന്നീ കാര്യങ്ങൾ കഥ, ചിത്രരചന, തുള്ളൽ പോലുള്ള കലാരൂപങ്ങൾ എന്നിവയിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുകയാണ്. കാലാവസ്ഥ വ്യതിയാനം ഉള്ളതുപോലെ തന്നെ അതിനകത്ത് ആളുകൾ അതിനോട് പ്രതികരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ മനോഭാവത്തിലും ഒരു വലിയ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫ്രെയിംവർക്ക് രൂപീകരിക്കുന്നതിലാണ് ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ACT എന്ന് പറയുന്നത് ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമോറോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ ആക്ഷൻസ് ഏറ്റവും ഇഫക്റ്റീവായിട്ട് എങ്ങനെ എടുക്കാം, അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ചേഞ്ചിനും ബിഹേവിയറൽ ചേഞ്ചിനും വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സംഗീതവും ശബ്ദവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരോടൊരു കാര്യം പറയുകയാണെങ്കിൽ അത് അവരുടെ മനസ്സിൽ പതിയും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ കൺസെപ്റ്റിൻ്റെ പുറത്താണ് ഞങ്ങൾ ശീതങ്കൻ തുള്ളൽ തന്നെ തിരഞ്ഞെടുത്തിട്ട് തുള്ളൽ അവതരിപ്പിച്ചത്. റിസർച്ചിന്റെ ഭാഗമായി ശ്രീചന്ദന CS, ആരോമൽ ഹരി എന്നിവരാണ് ഇത്തരത്തിൽ പുത്തനാശയവുമായി മുന്നോട്ടെത്തിയത്. വ്യത്യസ്തമായ രീതികളിലൂടെ പ്രകൃതിയെയും കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും ബോധവാന്മാരായ ഒരു പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് ഇവർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇപ്പോഴത്തെ പഠന രീതികളെല്ലാം അടിപൊളിയാണല്ലേ. ശരിക്കും ഇപ്പോൾ ഒരു പുസ്തകത്തിൽ എത്ര കഷ്ടപ്പെട്ടിരുന്ന് കാണാപ്പാഠം പഠിച്ചാലും ചിലപ്പോൾ ചില കുട്ടികൾ മറന്നുപോകും, ചിലർക്കത് അങ്ങനെ മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല താനും. പക്ഷെ അതേസമയം ഒരു ഡാൻസിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ഡ്രാമയുടെ രൂപത്തിലോ ഒക്കെ കുട്ടികളുടെ മുൻപിലേക്ക് അത് എത്തുകയാണെങ്കിൽ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും എന്താണ് സംഭവം എന്ന് തിരിച്ചറിയാനും കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ കുട്ടികൾക്ക് ആ രീതിയിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിനെ പഠിക്കാനുള്ള ഒരു പ്രശ്നവും അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകളും എല്ലാം മാറി കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നല്ലൊരു ആശയമാണ് ACT മുൻപോട്ട് വെക്കുന്നത്. ഇപ്പൊ 3 ജില്ലകളിൽ നിന്നുള്ളത് കൂടുതൽ ഇടങ്ങളിലേക്ക് എന്തായാലും എത്താൻ കഴിയട്ടെ. ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട് തത്സമയം. ഇന്ദു, ഒരു മികച്ച ആശയം തന്നെയാണ് ACT മുൻപോട്ട് വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 3 ജില്ലകളിലെ കുട്ടികൾക്ക് ഏതായാലും കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവർ എത്തിച്ചിട്ടുണ്ട്. ഇനി ജില്ലയിലെ എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുകയാണെങ്കിൽ മറ്റു കുട്ടികൾക്ക് കൂടി കൂടുതൽ എളുപ്പമാകും. അധ്യാപകരുടെ കൂടുതൽ കാര്യങ്ങൾ ഈ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ആ ഒരു ഭാരവും അങ്ങ് കുറഞ്ഞു കിട്ടും അല്ലേ? ACT ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോ അവരുടെ പ്രവർത്തനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. എത്ര വലിയൊരു ആശയമാണല്ലേ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ച് കടുപ്പമേറിയ ഒരു ആശയമാണല്ലേ കുട്ടികളിലേക്ക് വളരെ എളുപ്പത്തിൽ അവർ പകർന്നു നൽകിയിട്ടുള്ളത്. ഈ പറയുന്ന തുള്ളൽ, ഇതൊക്കെ കുട്ടികൾ ഇതിനു മുമ്പ് ഒരു പക്ഷേ കണ്ടിട്ടുള്ളവർ പോലും ആയിരിക്കില്ല, കുട്ടികൾ ആദ്യമായിട്ടാവും കാണുക. അപ്പോൾ അത്ര ഇൻട്രസ്റ്റോടെ ഇവർ കേട്ടിരിക്കും. അതുതന്നെയാണ് ഇത്രയും കടുപ്പമേറിയ ഒരു വിഷയത്തെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനം, അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സയൻറ്റിഫിക് റീസൺസ്, ഏത് തരത്തിലാണ് നമുക്കിതിനെ അതിജീവിക്കാൻ കഴിയുക, നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ എടുക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷെ അവർക്ക് ദഹിക്കണമെന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അപ്പം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരുടെ ശ്രദ്ധ ഏറ്റവും നല്ല വിധത്തിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത്. അതായത് ഇപ്പം ശീതങ്കൻ തുള്ളൽ, അതുപോലെ തന്നെ ചിത്രരചന, കഥകൾ, പപ്പറ്റ് ഷോ തുടങ്ങിയ വിവിധ തരത്തിലുള്ള കഥകളും കലാരൂപങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഈ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ ശ്രീചന്ദനയും ആരോമലും എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെ പറയാം. ശ്രീചന്ദനയുടെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവർ തിരഞ്ഞെടുത്ത ഒരു കാര്യം എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വിജയിച്ച ഒരു ഭാവമാണ് നമ്മളിപ്പോൾ കണ്ടതെന്ന് തന്നെ പറയാം. കാരണം അവർക്ക് ഇത്തരത്തിലൊരു ആശയം അവരുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കണമായിരുന്നു. അതിനവർ കണ്ടെത്തിയ ഒരു എളുപ്പ വഴിയാണിതെന്ന് തന്നെ പറയാം. ഇപ്പം ഇത് 3 ജില്ലകളിലായിട്ട് നടന്നു. പ്രത്യേകിച്ച് ഈ കോസ്റ്റൽ ഏരിയസിലുള്ള കുട്ടികളിലേക്കാണ് ഇത്തരത്തിലിവർ ക്ലാസ്സുകൾ എടുക്കുന്നത്, പിന്നീട് അവർക്ക് ട്രെയിനിങ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പം കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ഇങ്ങനെ 3 ജില്ലകളിലായിട്ടാണ് ഇത് നടന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പറയുകയാണെങ്കിൽ ഭീമാപള്ളിയിൽ അടുത്തുള്ള ഒരു ഗവൺമെൻറ് UP സ്കൂളിലാണ് ഇത് നടന്നത്. നമുക്കറിയാം ഇപ്പോൾ കണ്ട ശീതങ്കൻ തുള്ളലിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവിടെ നിന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ SN ട്രസ്റ്റ് സ്കൂൾ ആലപ്പുഴ, അവിടുത്തെ ഹോം സയൻസ് വിഭാഗത്തിൻ്റെ
ഒരു നേതൃത്വത്തിൽ ഇവർ രണ്ടും കൂടെ സംയുക്തമായിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ അവിടെ ജിയോളജി വകുപ്പിൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇപ്പോൾ കുട്ടികൾ പറയുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അവർ വളരെ മികച്ച രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത്, കുട്ടികളും അധ്യാപകരുമൊക്കെ. കാരണം ഇത്തരത്തിലൊരു പരിപാടി കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രസംഗമാണെന്ന് കരുതട്ടെ, പെട്ടെന്ന് ചെന്നിട്ട് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് കുട്ടികൾക്കൊന്നും മനസ്സിലായെന്ന് വരില്ല. അതേസമയം ഇത് കണ്ടു കഴിഞ്ഞ് കുട്ടികളുടെ അടുത്ത് ചെന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിൽ എഴുതി വെച്ചതുപോലെ അല്ലെങ്കിൽ വരച്ചു വെച്ചതുപോലെ അവരുടെ മനസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും ഉണ്ടാകും. അത്രത്തോളം എളുപ്പത്തിലാണ് ഇത് കുട്ടികളുടെ മനസ്സിലേക്ക് പതിഞ്ഞു വെക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഇവർ തുടങ്ങി വെച്ച ആ ഒരു വലിയൊരു ഉദ്യമം ഏറ്റവും മികച്ച രീതിയിൽ, എന്തായാലും മികച്ചൊരു ആശയം തന്നെയാണ് ACT മുൻപോട്ട് വെക്കുന്നത്. അത് കൂടുതൽ വിദ്യാലയങ്ങളിലേക്ക് എത്തട്ടെ, കുട്ടികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ. ACTക്ക് എന്തായാലും വലിയൊരു കൈയ്യടി.